ഹരിപ്പാട് എൻ.ഡി.എ സ്ഥാനാർത്ഥി സന്ദീപ് വചസ്പതിയാണ്. അദ്ദേഹം മത്സരിക്കുന്നത് സിറ്റിംഗ് എം.എൽ.എ ആയിട്ടുള്ള രമേശ് ചെന്നിത്തലയോടാണ്. എന്തായിരിക്കും അവിടെ നിന്ന് വരുന്ന വാർത്ത? ഈ രമേശ് ചെന്നിത്തല കാലാവധി കഴിഞ്ഞ മരുന്ന് പോലെയാണ്. ഇനിയിപ്പോൾ അവിടെ ആരും അതെടുത്ത് ഉപയോഗിക്കാൻ പോകുന്നില്ല. ഉപയോഗിച്ചിട്ടൊട്ട് കാര്യമില്ല. അങ്ങനെ അദ്ദേഹത്തെ പറയുന്നതിൽ അർത്ഥമുണ്ടോ സാർ? ഇത്രയും വർഷമായിട്ട് രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യം അദ്ദേഹത്തിൻ്റെ ഒരു കാര്യങ്ങളെല്ലാം അദ്ദേഹം എങ്ങനെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നതെന്നൊക്കെ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ? തീർച്ചയായിട്ടും അതെ. അദ്ദേഹം അഖിലേന്ത്യാ തലത്തിൽ KSUവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും അഖിലേന്ത്യാ പ്രസിഡൻ്റായിരുന്ന ആളാണ്. പിന്നീട് രാഹുൽ ഗാന്ധിയുടെയൊക്കെ കാലഘട്ടത്തിൽ ഇന്നിപ്പോൾ KC വേണുഗോപാലിൻ്റെ സ്ഥാനത്ത് ഇരുന്നയാളാണ്. മുഖ്യ ഉപദേഷ്ടാവായിരുന്നു. അപ്പോൾ കേരള രാഷ്ട്രീയത്തിലും കോൺഗ്രസ് രാഷ്ട്രീയത്തിലുമൊക്കെ അഖിലേന്ത്യാ തലത്തിലും സംസ്ഥാന തലത്തിലും അപ്രതിരോധ്യമായിട്ടൊരു സ്ഥാനം ഉണ്ടായിരുന്നു. അദ്വിതീയമായ നേതൃത്വം ഉണ്ടായിരുന്നു. അതൊക്കെ പഴയ കഥയാണ്. ഇപ്പോൾ പണ്ടേ പോലെ ഫലിക്കുന്നില്ല എന്നുള്ളതാണ് അവസ്ഥ. എന്ന് പറഞ്ഞാൽ പുതിയ ആൾക്കാർ വന്നു, കോൺഗ്രസ്സൊക്കെ അവർ കൊണ്ടുപോയി. ഇദ്ദേഹത്തിന് ആകെ പിന്തുണയുള്ളത് പെരുന്നേലെ പോപ്പിൻ്റെ മാത്രം പിന്തുണയുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു വ്യക്തി ഏതായാലും മുഖ്യമന്ത്രിയാകാൻ പോകുന്നില്ല എന്നുള്ളത് വ്യക്തമാണ്. മാത്രമല്ല കഴിഞ്ഞ തവണ കേവലം 13,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ച്. അവിടെ BJPക്ക് കഴിഞ്ഞ തവണ തന്നെ 18,000-ഓളം വോട്ടുമുണ്ട്. ഇത്തവണ നിൽക്കുന്നത് സന്ദീപ് വാചസ്പതിയാണ്. കാലാവസ്ഥ മാറി, രാഷ്ട്രീയം മാറി, BJPയുടെ ഇന്നത്തെ മുന്നോക്കാവസ്ഥയും കൂടെ നോക്കിയാൽ കുതിച്ചു കയറുന്ന ഒരവസ്ഥയിൽ അട്ടിമറി വിജയം വരാവുന്ന ഒരു മണ്ഡലമാണ് ഹരിപ്പാട്. കാരണം കഴിഞ്ഞ ലോക്സഭാ മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പുകളിൽ ഒക്കെ തന്നെ BJP വമ്പൻ മുന്നേറ്റമുണ്ടാക്കിയ സ്ഥലമാണ്. എന്തിന് നമ്മൾ ഓർക്കണം, ഇവിടെ ഈ മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കണം എന്ന് ആൾക്കാർ ആവശ്യപ്പെട്ടൊരു മണ്ഡലവും കൂടെയാണ്. അതെ, അത്രമാത്രം പ്രാധാന്യമുള്ള ഒരു മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെയാണ് BJPയുടെ തീപ്പൊരി യുവ നേതാവായിട്ടുള്ള നല്ല അവതാരകനുമൊക്കെ ആയിട്ടുള്ള ഡിബേറ്ററൊക്കെ ആയിട്ടുള്ള സന്ദീപ് വാചസ്പതിയെ തന്നെ അവിടെ ഇട്ടതും. അവിടെ ടി ജിസ്മോനാണ് LDFിൻ്റെ സ്ഥാനാർത്ഥി. അപ്പോൾ LDFിനെ നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല. LDF വളരെ ചിട്ടയായ പ്രവർത്തനം അവിടെ നടത്തുന്നുണ്ട്. അവിടെ LDF ശരിക്കും പറഞ്ഞാൽ ഒരു തീരുമാനമെടുത്തൊരു ഡീല് നടത്തിയ പോലെയാണ് എനിക്ക് മനസ്സിലാകുന്നത്. കാരണം മുഖ്യമന്ത്രിയാകാൻ പോകുന്നു എന്ന് സ്വയം അവകാശപ്പെടുന്ന ആളിന് എതിരായിട്ട് കൊണ്ടുപോയിട്ടിരിക്കുന്ന ഈ മോൻ എന്ത് മോഹനാണ് ജിസ്മോൻ, ഇങ്ങനെയൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കും. നാട്ടുകാരറിയുമായിരിക്കും. പക്ഷേ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റായിട്ട് ഫീല് വരണ്ടേ? ഇപ്പോൾ BJP ഇവിടെ ഗംഭീരമായിട്ട് സന്ദീപ് വാചസ്പതി ഇട്ടതുപോലെ ഇടതുപക്ഷത്തിനിടാൻ ആളില്ലാഞ്ഞിട്ടാണോ? അല്ല. അപ്പോൾ ഈ സന്ദീപ് വാചസ്പതിയെ തടയാനാവശ്യമായ രീതിയിലുള്ള ഒരു ഇന്ത്യ മുന്നണി സഖ്യം, ആ ധാരണയാണ് അവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ ഇത് ജനത്തിന് മനസ്സിലാവും. ഈ ഒളിച്ചുകളി ജനത്തിന് മനസ്സിലാവും. അതുകൊണ്ട് ജനം ശക്തമായി തിരിച്ചടിക്കുകയും ചെയ്യും. ഹരിപ്പാട് ഇദ്ദേഹത്തിൻ്റെ വാട്ടർലൂ ആയിരിക്കുകയും ചെയ്യും. പക്ഷേ സർ, ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് ഇപ്പോൾ BJP പൊതുവായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ടേമാണ്. ആ ടേം കേരളത്തിൽ വരുന്നു എന്നുള്ളതാണ്. ഇന്ത്യ മുന്നണി ഉണ്ട്, ടേം കേരളത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ നമുക്ക് കുറച്ച് കാണാൻ കഴിയുമോ? ഇപ്പോൾ രമേശ് ചെന്നിത്തല അദ്ദേഹത്തെ അവിടെ ഒരു ധാരണ ഉണ്ടാകുന്നു, ടി ജിസ്മോനെ വെക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു ധാരണയുടെ പുറത്താണ് എന്നൊക്കെ നമുക്ക് കണ്ണുമടച്ച് പറയാൻ സാധിക്കൂ? തീർച്ചയായിട്ടും സാധിക്കും. കാരണം കേരളത്തിലെ BJPയുടെ ഉദയം തടയേണ്ടത് കോൺഗ്രസിൻ്റെയും CPMൻ്റെയും ഒരുപോലുള്ള ആവശ്യമാണ്. അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ ആവശ്യമാണ്. ഇങ്ങനെ ഇവരുടെ എല്ലാവരുടെയും പൊതുശത്രുവായിട്ട് BJP നിൽക്കുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം BJP എവിടെയെങ്കിലും ഒന്ന് ജയിച്ചു എന്നിരിക്കട്ടെ. ഇപ്പോൾ BJPയുടെ ജയസാധ്യത പറയുന്ന മണ്ഡലങ്ങൾ നോക്കൂ. മഞ്ചേശ്വരത്ത് അവിടുന്ന് BJP ജയിക്കുന്നതെങ്കിൽ നിയമസഭയിലോട്ട് വരാൻ പോകുന്നത് K സുരേന്ദ്രനാണ്. പാലക്കാട് നിന്ന് BJP ജയിക്കുമ്പോൾ വരാൻ പോകുന്നത് ശോഭാ സുരേന്ദ്രനാണ്. നേമത്തുനിന്ന് വരാൻ പോകുന്നത് രാജീവ് ചന്ദ്രശേഖറാണ്. അതുപോലെ വട്ടിയൂർക്കാവിൽ നിന്ന് വരാൻ പോകുന്നത് V മുരളീധരനാണ്. എല്ലാവരും എണ്ണം പറഞ്ഞ് ഗംഭീരന്മാരാണ്. ഇവരൊക്കെ കേരള നിയമസഭയ്ക്ക് അകത്ത് കയറി സംസാരിച്ചാൽ പൂഞ്ഞാർന്ന് PC ജോർജും പാലായിന്ന് ഷോണും കൂടെ വന്നാൽ തീർന്നു കഥ. പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റുമോ? ഇവരെ 140 എണ്ണത്തിന് 4-5 എണ്ണം മതിയല്ലോ. അപ്പോൾ ആ രീതിയിലുള്ള അവസ്ഥയാണ് വരുന്നത്. അതിലെ പ്രമുഖനാണ് ഈ പറയുന്ന സന്ദീപ് വാചസ്പതി. പക്ഷേ സന്ദീപ് വാചസ്പതിയുടെ പല ഡിബേറ്റുകളിലും അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന വാക്കുകളായിക്കോട്ടെ വളരെ തീവ്രമായ രീതിയിലാണെന്നുള്ളൊരു ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. അങ്ങനെ ഒരു നേതാവിനെ മനഃപൂർവ്വം തന്നെ അവിടെ വെച്ചതാണ്. അങ്ങനെ ഒരു നിലപാട്, തീവ്രമായ നിലപാട് പറയേണ്ടതിൻ്റെ ആവശ്യമുണ്ടോ? തീർച്ചയായിട്ടും. കാരണം ഈ തീവ്രമായിട്ട് നിലപാടുകൾ പറയുന്നവരെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അത്ര സഹിക്കാൻ വയ്യാത്ത ഒരു രാഷ്ട്രീയമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 70 വർഷമായിട്ട് കേരളം ഭരിച്ചവർ മനുഷ്യനെ ജീവിക്കാൻ മേലാത്ത അവസ്ഥ ഉണ്ടാക്കിയപ്പോൾ കാര്യങ്ങൾ തീവ്രമായി പറയുന്നവരെ ഇനി മുന്നോട്ട് വിട്ടിട്ടേ കാര്യമുള്ളൂ. അല്ലാതെ അവിടെ പോയി ഈ പറയുന്ന മുസ്ലിം ലീഗിൻ്റെയോ മറ്റുള്ളവരുടെ ഇറാൻമൂളികളായി നിൽക്കുന്ന രാഷ്ട്രീയം ഇന്ന് കേരള ജനത മടുത്തു. വേറൊരു കാര്യം നമ്മൾ ഓർക്കണം, ഇത് ജെൻസി തലമുറയാണ്. അവർക്ക് ഇങ്ങനെയുള്ളവരെയാണ് ആവശ്യം. കാലഘട്ടത്തിൻ്റെ മാറ്റം അവർ തിരിച്ചറിയണം.
ഇതിപ്പോൾ കുറേ വയസ്സൻ ക്ലബ്ബല്ലേ. LDF എന്ന് പറഞ്ഞാലും UDF എന്ന് പറഞ്ഞാലും വയസ്സൻ ക്ലബ്ബായില്ലേ. ഇപ്പോൾ UDFിലെ കോൺഗ്രസ്സുകാർ ഡയ്യോ ഒക്കെ അടിച്ച് മേക്കപ്പ് റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നതുകൊണ്ട് നമുക്ക് അവരെ പെട്ടെന്ന് മനസ്സിലാകില്ല. പക്ഷേ LDFിൽ അത് പെട്ടെന്ന് മനസ്സിലാകുന്നു വ്യത്യാസമേ ഉള്ളൂ. ഇവരുടെയൊക്കെ ഡേറ്റ് ഓഫ് ബർത്ത് എടുത്ത് നോക്കൂ. 60 വയസ്സ് താഴെ പ്രായമുള്ള എത്ര നേതാക്കന്മാരുണ്ട് കോൺഗ്രസ്സിന്, എത്ര നേതാക്കന്മാരുണ്ട് LDFിന്. ശരിക്കും പറഞ്ഞാൽ ഇന്ന് തെരഞ്ഞെടുപ്പ് രംഗത്തെ യുവത്വം എന്ന് പറയുന്നത് BJPയാണ്. ഇവിടുത്തെ വോട്ടെടുത്ത് നോക്കൂ. ഇവിടെ 60 വയസ്സിന് മുകളിലുള്ളവർക്ക് എത്ര വോട്ടുണ്ട്. ഇതൊക്കെ പ്രതിഫലിക്കാൻ പോവുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ. അതുകൊണ്ട് വയസ്സൻ രാഷ്ട്രീയം, എന്താ വൃദ്ധസദന രാഷ്ട്രീയം കേരളത്തിൽ അവസാനിക്കാൻ പോവുകയാണ് എന്ന് പറയുമ്പോൾ ഈ 2 മുന്നണി അവസാനിക്കാൻ പോവുകയാണ്. അത് ഹരിപ്പാട് കൃത്യമായിട്ടും വർക്കൗട്ട് ചെയ്തിരിക്കും. പക്ഷേ ചെന്നിത്തല എന്താണ് ഹരിപ്പാടുകാർക്ക് എന്നുള്ളതും കൂടി തിരിച്ചറിയുന്ന ഒരു പോരാട്ടമായിരിക്കും ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ ചെന്നിത്തല ഒന്നും ചെയ്യാത്ത ഒരു നേതാവാണ്, അല്ലെങ്കിൽ അദ്ദേഹം നിയമസഭയിലാണെങ്കിലും ഒക്കെ പഠിച്ച കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു നേതാവ്. മറ്റുള്ളവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അദ്ദേഹം അതുമാത്രമല്ല വളരെ ഇരുത്തം വന്ന ഒരു നേതാവ് കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ കാര്യങ്ങൾ, ആ ഒരു കരിഷ്മയൊന്നും നമുക്ക് മാറ്റിവെക്കാനായിട്ട് സാധിക്കില്ല. ഇപ്പോൾ സന്ദീപ് വചസ്പതി എന്ന് പറയുന്നത് യുവത്വത്തിൻ്റെ ഒരു പ്രതീകം തന്നെയാണ്. വളരെ ചടുലമായിട്ടുള്ള രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ അവതരണങ്ങളെല്ലാം തന്നെ. പിടിച്ചു നിൽക്കാൻ പലപ്പോഴും പലരും ഏറ്റുമുട്ടാൻ വന്ന് തോറ്റുപോകുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നതാണ്. അങ്ങനെ ഇരിക്കലും ഈ പറയുന്ന രാഷ്ട്രീയത്തിലേക്ക് പൂർണ്ണമായിട്ടും വരുമ്പോൾ ഒരു നേതൃപാടവം എന്ന് പറയുന്നതുണ്ട്. നമ്മളൊരു ഡിബേറ്റിൽ പങ്കെടുക്കുന്നതും ഒരു മണ്ഡലത്തിൻ്റെ കാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് സഭയിലേക്ക് പോകുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. അപ്പോൾ ആ ഒരു രീതിയിൽ മുന്നേറാൻ പറ്റുമോ? ചെന്നിത്തലയെ അങ്ങനെ മാറ്റിവെക്കാവുന്ന ഒരു നേതാവാണോ? അതായത് നമ്മൾ ഡോക്ടറെയും അഡ്വക്കേറ്റിനെയും തിരഞ്ഞെടുക്കുന്നത് സൗന്ദര്യം കണ്ടിട്ടല്ലല്ലോ, അത് കഴിവ് തെളിയിച്ചവരെയാണ് നമ്മൾ നമ്മുടെ ഡോക്ടറായിട്ടും നമ്മുടെ അഡ്വക്കേറ്റായിട്ടും തീരുമാനിക്കുന്നത്. രമേശ് ചെന്നിത്തല ഇത്രയും കാലം അവിടുത്തെ വലിയ നേതാവായിരുന്നെങ്കിൽ 100 പേർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റിയ ഒരു സ്ഥാപനം ഈ ഹരിപ്പാട്ട് കൊണ്ടുവരേണ്ടതല്ലേ? ഉണ്ടായില്ലല്ലോ. ഇപ്പോഴും അദ്ദേഹത്തിന് കൊടുക്കാനുള്ളത് വാഗ്ദാനങ്ങളല്ലാതെ ഞാൻ ചെയ്തു എന്ന് പറഞ്ഞ ഒരൊറ്റ കാര്യം ഈ രമേശ് ചെന്നിത്തലയ്ക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ചെയ്യുമെന്നല്ലേ പറയുന്നുള്ളൂ. അവിടെയാണ് ജനങ്ങൾ വിലയിരുത്താൻ പോകുന്നത്. എന്ത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് വോട്ട് ചോദിക്കുക. അല്ലാതെ ഇത്രയും കാലം ഞാനിപ്പോൾ ഈ 10-70 വയസ്സ് കഴിഞ്ഞിട്ട് ഇനിയും വാഗ്ദാനം തരാനാണെങ്കിൽ ആ ചെന്നിത്തലയെ ഞങ്ങൾക്ക് വേണ്ടെന്നേ. ഇതാണ് ഹരിപ്പാട്ടിൻ്റെ പൊതുവികാരം. കാരണം മിടുക്കനാണ് ഇദ്ദേഹമെങ്കിൽ മിടുക്ക് കാണിക്കണമായിരുന്നു. അധികാരം ഉണ്ടായിരുന്നല്ലോ. കരുണാകരൻ്റെ വിശ്വസനായിരുന്ന കാലത്തും മന്ത്രിയായിരുന്ന കാലത്തും കേന്ദ്രത്തിൽ എല്ലാമായിരുന്ന കാലത്തും കോൺഗ്രസിനെ അടക്കി ഭരിച്ചിരുന്ന കാലത്തും ഈ ഹരിപ്പാടിന് വേണ്ടി ചെറു വിരലനക്കാതെ ഒരു 10 പേർക്ക് തൊഴിൽ കൊടുക്കാൻ കഴിയാതെ ഹരിപ്പാട് കൂടെ ഒന്ന് യാത്ര ചെയ്ത് നോക്കൂ. ഹൈവേ അല്ലാതെ 2 വശത്തേക്ക് ഒന്ന് ഇറങ്ങി നോക്കൂ. ജനജീവിതം എത്ര ദുസ്സഹമാണ്. ഇതൊക്കെ ഉണ്ടാക്കി വെച്ചത് ഈ പറയുന്ന MLA അല്ലേ, ഈ പറയുന്ന രമേശ് ചെന്നിത്തലയല്ലേ. അപ്പോൾ സമുദായ നേതാക്കളുടെ പിന്തുണയുണ്ടെന്നും കുറച്ച് പുട്ടിയൊക്കെ ഇട്ട് മുഹമ്മിനിക്ക് ഡൈ ചെയ്യാൻ അറിയാമെന്നും വെച്ചതുകൊണ്ട് ജനങ്ങളെ തിരഞ്ഞെടുക്കുകയൊന്നുമില്ല. അദ്ദേഹത്തിന് എന്തെല്ലാം കഴിവുണ്ടെങ്കിലും അത് വാചകത്തിലല്ല പ്രവൃത്തിയിലായിരുന്നു കാണിക്കേണ്ടത്. അത് കാണിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഡോക്ടറെയും വക്കീലിനെയും ഒക്കെ തിരഞ്ഞെടുക്കുന്നത് സൗന്ദര്യം നോക്കിയല്ല. സിനിമയിൽ അഭിനയിക്കാനാണെങ്കിൽ സൗന്ദര്യം നോക്കുമായിരിക്കും. പക്ഷേ ഇവിടെ അതായിരിക്കില്ല സംഭവിക്കുന്നത്. ഇത് ചെന്നിത്തലയുടെയും കോൺഗ്രസിൻ്റെയും അവസാനമായിരിക്കും. അങ്ങനെ വരുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളായിരിക്കാം ഒരുപക്ഷെ BJPക്ക് മുന്നോട്ട് പറയാനുണ്ടാവുക? വികസനമാണ്. അതായത് BJP എവിടെയൊക്കെ അധികാരത്തിൽ വന്നിട്ടുണ്ടോ അവിടെയൊക്കെ വികസനം എന്താണെന്ന് ജനം അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. അതുതന്നെയാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒന്നും ഇല്ലായ്മയില്ല. വെള്ളമുണ്ട്, കാലാവസ്ഥയുണ്ട്, മണ്ണുണ്ട്, നല്ല വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാരുണ്ട്, എല്ലാ സംവിധാനങ്ങളും ഇവിടെയുണ്ട്. ഇവിടെ ഇല്ലാത്ത എന്താണ്? ഇവിടെ ഭരണമാണില്ലാത്തത്. ഈ സമുദായത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഒന്ന് ഇടയിൽ കയറാണ്. സമുദായത്തിൻ്റെ പിന്തുണ എന്ന് പറയുന്നത് ഒരു വിഭാഗത്തിൻ്റെ മാത്രമാണ്. മറ്റു വിഭാഗങ്ങളുടെ പിന്തുണ എന്ന് പറയും. ഇപ്പോൾ ഒരു സമുദായത്തിൻ്റെ പിന്തുണ ചെന്നിത്തലയ്ക്ക് ലഭിക്കുമ്പോഴും അത്രയും വോട്ട് ബാങ്ക് ഇവിടെ BJPക്ക് കുറയില്ലേ? അതിനെങ്ങനെ മേക്കപ്പ് ചെയ്യാൻ പറ്റും? അതായത് സമുദായങ്ങളുടെ പിന്തുണ സമുദായത്തിൻ്റെ വെറും ഒരു അഹങ്കാരം മാത്രം. നമുക്കറിയാമല്ലോ, ഞാൻ ആ പേര് പറയുന്നില്ല. കേരളത്തിലെ ചില പ്രബല സമുദായ നേതാക്കന്മാർ ഇലക്ഷൻ വരുന്ന കാലത്ത് ചില വെളിപാടുകൾ നടത്താറുണ്ട്. ഞങ്ങൾ പറയുന്നവരെ പിന്തുണച്ചില്ലെങ്കിൽ ഞങ്ങളിപ്പം നിങ്ങളെ സംഹരിച്ച് കളയും എന്ന് പറയും. അങ്ങനെ 2 സംഹാരകന്മാർ പ്രമുഖമായിട്ടും മധ്യ കേരളത്തിലുണ്ട്. പിന്നെ ഉണ്ട് കുറേ പേര്. ഇവർ സംഹരിക്കുമെന്ന് പറയുന്നവരൊക്കെ ഇലക്ഷൻ കഴിയുമ്പം ജയിക്കും. ഇവർ തോക്കുമെന്ന് പറയുന്നവരൊക്കെ ജയിക്കും. അപ്പോൾ എന്താണ് അങ്ങനെ നടക്കുന്നത്? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ സമുദായം എന്ന് പറയുന്നത് ഒരു മന്തുകാല് കാണിച്ച് പേടിപ്പിക്കലാണ്. അതിനപ്പുറത്തൊന്നുമില്ല. ഞാൻ ചോദിക്കട്ടെ, ഈഴവർക്ക് മഹാഭൂരിപക്ഷമുള്ള ആലപ്പുഴ മണ്ഡലത്തിൽ കണ്ണൂരിലെ പയ്യന്നൂരിൽ കിടക്കുന്ന നായരായിട്ടുള്ള വേണുഗോപാൽ വന്ന് പുല്ലുപോലെ ജയിക്കുന്നു.
അപ്പോൾ സമുദായത്തിൻ്റെ വലിയ മേലധ്യക്ഷന്മാർ ഇവനെ തോപ്പിക്കണമെന്നും പറഞ്ഞ് തിട്ടൂരം ഇറക്കുന്നു. നടക്കുന്നില്ലല്ലോ, ഫലിക്കുന്നില്ലല്ലോ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അപ്പോൾ അതിൻ്റെ അർത്ഥം സമുദായത്തിന് ഇവിടെ ചെയ്യാവുന്ന ഇത്രയൊക്കെ ഉള്ളൂ, ചുമ്മാ വാചകം അടിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ജനങ്ങൾ തീരുമാനിക്കും, അത്ര തന്നെ.